പ്രിയമുള്ളവരെ, കയ്യാങ്കളിയിലെ അവസാന ജോഡി തല്ല് തുടങ്ങുകയാണ്. കയ്യാങ്കളിയുടെ ചരിത്രത്തിൽ തോൽവി അറിയാത്ത നായകൻ ചമ്മണ്ണൂർ കുഞ്ഞനന്തനാശാനും വടക്കൻ കളരിയുടെ മെയ്മുറകൾ മനഃപ്പാടമാക്കിയ ശങ്കരനുണ്ണി ഗുരുക്കളും ഏറ്റുമുട്ടുന്നു. കാണികൾ ആവേശത്തോടെ കാത്തിരുന്ന ഈ മത്സരത്തോടെ ഈ വർഷത്തെ ഓണത്തല്ലിന് സമാപനമാകും. ഞാൻ ജയിക്കാനായി വന്ന, അല്ലാതെ ഞാൻ മടങ്ങില്ല. വ്യാമോഹം ശങ്കര, വെറും വ്യാമോഹം. എന്നെ തോൽപ്പിക്കാൻ നീ പുതിയ അടവുകൾ പഠിച്ചു വരണം ശങ്കര. കഴിഞ്ഞ 15 ആണ്ടുകളായി എന്റെ ശരീരത്തിലൊന്ന് തൊടാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ലടാ. അതാ കുഞ്ഞനന്തനാശാന്റെ വെല്ലുവിളി ശങ്കുണ്ണിയാശാൻ സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് വിശ്രമം വേണ്ട, കരുത്തുണ്ടെങ്കിൽ വാടാ. എന്താ വാടാ. കുഞ്ഞനന്തനാശാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശങ്കരനുണ്ണി ഗുരുക്കൾ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഈ കളത്തിലിറങ്ങില്ല. കുഞ്ഞനെന്താ ഇപ്പൊ എന്തായി? ശങ്കര, കേമം. ജയിക്കാൻ നീ പുറത്തെടുത്ത അടവുകൾ ബഹുഖേമം. എന്റെ ജയം കാലങ്ങളായുള്ള സബരിയ. ചതിയിലൂടെ നിനക്ക് എന്നെ തോൽപ്പിക്കാനായി. പക്ഷെ അതിനധികം ആയുസുണ്ടാവില്ല. ഓ, 10 എന്റെ നേര് ഒരു ചതി കൊണ്ട് നിനക്ക് തുറച്ചു നീക്കാനായി. പക്ഷെ കാലം തെളിയിക്കും ശങ്കര യഥാർത്ഥ പോരാളി ആരാണെന്ന്. അതിന് നീ ഇനി കളത്തിലിറങ്ങില്ലല്ലോ. തല്ലികളത്തിലെ വിജയി ഞാൻ തന്നെ. സത്യത്തിന് അധികകാലം ഒളിച്ചിരിക്കാനാവില്ല ശങ്കര, അത് ഓർക്കുക. ഓർത്താൽ നന്ന്. കളം ഇനിയും ഉണരും, യോദ്ധാക്കൾ ഇനിയും ഉണ്ടാവും. ലക്ഷ്യവും മാർഗവും ന്യായമാവണമെന്ന് ഉറച്ച തീരുമാനമുള്ളവർ. അവരത് തെളിയിക്കും ശങ്കര, അല്ലാതെ എവിടെ പോവാൻ. ഓ, ശരി ശരി ശരി.
അയ്യത്തട പൊന്നുവിളിയായി കയ്യാങ്കളി നാളരികെ പൊന്നോണം കൂടും മുറ്റത്ത് പൊന്നോണം കൂടും മുറ്റത്ത് അയ്യത്തട അയ്യത്തട കയ്യാമ്പല് കാതില് മൂളണ് കേട്ടോ കാറ്റേ കയ്യാങ്കളി കാണാൻ പോരടി കാറ്റേ കണ്ണാന്തളി കച്ചയൊരുക്കണ നാട്ടിൽ കാറ്റേ കയ്യാങ്കളി മേളം കേക്കണ് കാറ്റേ ഓലത്തുമ്പത്തോതിര കടകം ചാടും കൂത്തുമ്പി അങ്കച്ചേകോനായിട്ടേറാൻ നീയും വന്നില്ലേ ഓണം വന്നീ മൂന്നാം നാളിന്നോളം കേട്ടില്ലേ മെയ്യും മെയ്യും തമ്മിൽ കോർക്കെ കാണാൻ പോവണ്ടേ കയ്യാമ്പല് കാതില് മൂളണ് കേട്ടോ കാറ്റേ കാറ്റേ കയ്യാങ്കളി കാണാൻ പോരടി കാറ്റേ കലയായി കച്ചവടത്തെ മാറ്റും നാടാണേ ഉലകാകെ ഓളം തല്ലും കുന്നംകുളമാണേ അൾത്താരച്ചോരപ്പാടിൽ വെന്തുരുകും പകയാലേ അങ്ങാടിക്കുള്ളിലാദ്യം അംഗമുണർന്നു നാടുകളോ കഴിയേ പല നാടുകളിൽ അറിയേ പാരിവിടെ പോരടിതൻ തുണയും പകയും കൂടും മത്സരമായി കഥകളിതൻ കളരി വിളക്കു തെളിഞ്ഞൊരു നാടാണേ മതമൊന്നായി മാളോർ ചേരും കുന്നംകുളമാണേ ഈ നാടിൻ മൈതാനത്ത് സുന്ദരമാം കഥ പോലെ നൂറ്റാണ്ടിൻ തീരം താണ്ടി അങ്കമണഞ്ഞേ ഓണനിലാമെഴുകും രണവേദി ഇതിൽ ഉയരും നേരണിയും വീറൊഴുകും അടിയും തടയും തീർക്കും കാഹളമേ നെയ്യാമ്പല് കാതില് മൂളണ് കേട്ടോ കാറ്റേ കയ്യാങ്കളി കാണാൻ പോരടി കാറ്റേ കണ്ണാന്തളി കച്ചയൊരുക്കണ നാട്ടിൽ കാറ്റേ കയ്യാങ്കളി മേളം കേക്കണ് കാറ്റേ ഓലത്തുമ്പത്തോതിര കടകം ചാടും കൂത്തുമ്പി അങ്കച്ചേകോനായിട്ടേറാൻ നീയും വന്നില്ലേ ഓണം വന്നീ മൂന്നാം നാളിന്നോളം കേട്ടില്ലേ മെയ്യും മെയ്യും തമ്മിൽ കോർക്കെ കാണാൻ പോവണ്ടേ നെയ്യാമ്പല് കാതില് മൂളണ് കേട്ടോ കാറ്റേ കാറ്റേ കയ്യാങ്കളി കാണാൻ പോരടി കാറ്റേ പ്രിയമുള്ളവരെ, ഇല്ലാതായ കലാരൂപത്തിന് പുതുജീവൻ നൽകി നമ്മുടെ സംസ്കാരത്തിന്റെ തനിമ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാം വീണ്ടും കയ്യാങ്കളിക്ക് ഒരുങ്ങുകയാണ്. തല്ല് നിയന്ത്രിക്കാനെത്തിയ ചായക്കാരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുൻകാലത്ത് കുന്നുംകുളത്തിന്റെ കയ്യാങ്കളി വേദിയിൽ സജീവമായിരുന്ന വടകര മുല്ല മൗലവിയും പാലക്കാട്ടെ ശേഖരനാചാര്യയുമാണ് ഇത്തവണത്തെ ചായക്കാരന്മാർ. വടക്ക് തെക്ക് ചേരികളിലായി അണിനിരക്കുന്ന തല്ലുകാർക്ക് വേണ്ടി കളരി സംഘത്തിന്റെ നായകരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കടത്തനാടൻ കളരി പരമ്പരയിലെ കണ്ണി, ഉണ്ണിയാർച്ചയുടെ ശൗര്യവും ഇന്ദുലേഖയുടെ സൗന്ദര്യവും ഒത്തുചേർന്ന അഭ്യാസി
കലാകേരളത്തിൽ കളരിമൈ മുറയ്ക്കായി ലഭിച്ച വരദാനം. ഓണത്തല്ല് കളത്തിലെ വീരനായകൻ ചെമ്മണ്ണൂർ കുഞ്ഞനന്ദൻ ആശാന്റെ ഏകമകൾ നീലാംബരിയാണ് വടക്കേച്ചേരി നിയന്ത്രിക്കുന്നത്. തെക്കേച്ചേരി നിയന്ത്രിക്കുന്നത് ചെമ്മണ്ണൂർ കുഞ്ഞനന്ദനാശാനെ ഈ വേദിയിൽ തല്ലിത്തോൽപ്പിച്ച ധീരയോദ്ധാവ് ശങ്കരനുണ്ണി ഗുരുക്കളുടെ സഹോദരനും മെയ്മുറകളിൽ പകരക്കാരനില്ലാത്ത പോരാളി പായിപ്പറ കണ്ണപ്പനുണ്ണി ആശാനാണ്. അടുത്തതായി കയ്യാങ്കളുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തല്ലുകാർക്കുള്ള കച്ച ബഹുമാനപ്പെട്ട മന്ത്രി കൈമാറുന്നതാണ്. കളത്തിൽ മാത്രമേ ആകാവൂ. കളം വിട്ടാൽ നമ്മൾ സുഹൃത്തുക്കളാണ്. മോളുടെ അച്ഛനെ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്നു. അറിയാം, കേട്ടിട്ടുണ്ട്. ഇനി പതിവ് ചടങ്ങായ വെല്ലുവിളിയാണ്. ഇരു ടീമുകൾക്ക് വീറും വാശിയുമേറാനുള്ള പയറ്റ്. ചെമ്മണ്ണൂർ കുഞ്ഞനന്ദന്റെ വീരപുത്രി നീലാംബരി കയ്യാങ്കളിയുടെ ഈ കളത്തിൽ നിന്ന് ഞാൻ തോൽപ്പിച്ചാൽ പകരം നീ എനിക്ക് എന്തു തരും? കടത്തനാടിന്റെ മെയ്മുറകൾ പരിശീലിച്ച, അടവുകൾ പയറ്റി തെളിഞ്ഞ എന്റെ യോദ്ധാക്കൾ ഈ കളത്തിൽ തോറ്റാൽ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. എന്തും എന്തുമെന്ന് പറഞ്ഞാൽ നിരഞ്ജ, അഭ്യാസമുറകൾ പയറ്റിത്തെളിഞ്ഞ കടത്തനാടൻ കളരിയുടെ ഗുരു ഈ ഝാൻസി റാണി എന്റെ ഭാര്യയാകോ? 25 വർഷക്കാലം ഈ കളത്തിൽ എതിരാളിയുടെ കൈ ദേഹത്ത് വീഴാതെ തല്ലി ജയിച്ച വീരൻ കുഞ്ഞനന്ദനാശാന്റെ വീറും ശൗര്യവുമുള്ള ഈ ഇളം പെണ്ണിന് ജയിക്കാനാവുമെന്ന വിശ്വാസം ഇല്ലേ? നിരഞ്ജ, പന്തയം ഇന്നൊരു ചടങ്ങു മാത്രമാണ്. പഴയ കാലമല്ലേത്. നമ്മൾ തല്ലുകാർ ഒരിക്കലും ശത്രുക്കളല്ല. വീറും വാശിയൊക്കെ കളത്തിൽ മാത്രം, അല്ലാതെ ഒരു ചടങ്ങിന് വന്നതല്ല നിരഞ്ജൻ. സകല അഭ്യാസമുറകളും പയറ്റിത്തെളിഞ്ഞ ഞങ്ങളുടെ ഗുരുക്കന്മാർ അപമാനിതരായി മടങ്ങിയ ഈ മണ്ണിൽ നിന്ന് ഞാൻ ജയിച്ചു മടങ്ങുമ്പോ കുഞ്ഞനന്ദൻ എന്ന ആ പഴയ കരിമ്പുലിക്ക് ഹൃദയത്തിൽ ഒരു അടി അത് നൽകണം എനിക്ക്. പറ, തയ്യാറാണോ? പന്തയത്തിന് ഞാൻ തയ്യാർ. എന്റെ പിതാമഹന്മാർ ജയിച്ചു മാത്രം ശീലിച്ച ഈ മണ്ണിൽ എന്റെ ചേരിയെ നിനക്ക് തോൽപ്പിക്കാമെന്നത് വെറും സ്വപ്നമാണ്. അങ്ങനെ നിനക്ക് ജയിക്കാനായാൽ നീ പറയുന്ന എന്തിനും ഞാൻ തയ്യാർ. നീ ജയിച്ചാൽ ഞാൻ എന്റെ തലയറുത്ത് നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കും.
പറ്റി? എന്നോട് എതിരിടാൻ തല്ലുകാരും ഇല്ലേ? ഗുരുക്കന്മാർക്കും ആവാം. എവിടെ അസൻ? അവൻ പുറത്തു പോയിക്കാണ്. ഇന്ന് അവൻ കളത്തിലിറങ്ങണമെന്ന് തീരുമാനം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ആരെ ഇറക്കും? നാണക്കേട്. ഉണ്ണിയാർച്ചയുടെ പിന്മുറക്കാരി, വടക്കൻ കളരിയുടെ ഗുരു, എന്നോടൊന്ന് തല്ലി നിൽക്കാൻ ഉശിരും കരുത്തുള്ള ആരുമില്ല നിന്റെ കൂടെ. പെൺകുട്ടികൾക്ക് കളത്തിലിറങ്ങാൻ നിയമമില്ല. ഞാൻ ഇറങ്ങാം. പേടിക്കണ്ട. അയ്യത്തട അയ്യത്തട അയ്യത്തട. വടകരന്ന് തല്ലുകാർ ഒരു നഷ്ടം പറഞ്ഞിരുന്നു. അവരിലാർക്കിലാണോ? കളത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാതെ തല്ലാനാവില്ലല്ലോ. ആരാ? ഏതാ ചേരി? പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കളത്തിലിറങ്ങാനാവില്ല. പുറത്തു വേണോ? ഈ കളത്തിൽ അബദ്ധത്തിലെത്തിയതല്ലെന്ന് എനിക്കറിയാം. ആരാ നിങ്ങൾ? നിങ്ങൾക്ക് കളത്തിലിറങ്ങണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. മരോദരം ഘടകം വീശി അടിയോ. തിരിഞ്ഞു മാറി ഇങ്ങനെ പട്ടോദരം മരോദരം. ഇന്നത്തെ തല്ലിനുള്ള പരിശീലനം കഴിഞ്ഞില്ലേ? അത് കഴിയാനായി. അല്ല, അവൻ എഴുന്നേറ്റില്ല. ഇല്ല. ഇന്നലെ അയാളെ കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നി അയാളുടെ മനസ്സിലെന്തോ നീറിപ്പൊഴിയുന്നുണ്ടെന്ന്. ഒരുപക്ഷെ ആ തീ ഊതി പെരുപ്പിച്ചാൽ നമ്മുടെ ജയത്തിന് അത് മതിയാകും. നിനക്ക് വാശിയായോ മോളെ? മോളെ, തല്ലൊരു പ്രദർശനം മാത്രമാണ്, അല്ലാതെ. അമ്മാവ് കേട്ടതല്ലേ ഇന്നലെ ആ നിരഞ്ജന്റെ വെല്ലുവിളി? അവന്റെ നോട്ടവും പാവവും. നീ അത് കളമോ? നീ അവൻ എഴുതിട്ടോ നോക്ക്.
ഏയ്, എന്തൊരു ഉറക്കായത്? എണീക്ക്, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. കളത്തിലിറങ്ങണമെങ്കിൽ കുറച്ച് പരിശീലനം കൂടി വേണം. മുന്നിൽ തന്നെ പുഴയുണ്ട്, ഒന്ന് മുങ്ങി കുളിച്ചാൽ ശരീരം തണുക്കും. എന്നിട്ടാവും പരിശീലനം. എന്താ പേര്? ബാലചന്ദ്രൻ. അവൻ വഴിതെറ്റി വന്നാണെന്ന് കരുതണ്ട. അവൻ എന്ന കളത്തിലിറങ്ങും. അവൾ അവനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുക എന്നോട് എതിരിടാൻ. എന്താ മാഷെ, അവന്റെ നിപ്പും ഭാവവും കണ്ടാ അറിയില്ലേ അവൻ അഭ്യാസം കണ്ടിട്ടേയില്ലെന്ന്. അവന് എന്തിനു ഭയപ്പെടണം? ഭയമോ? അതില്ല എനിക്ക്. പക്ഷെ അവനെ സൂക്ഷിക്കണം. അവൻ കളത്തിലിറങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ഇന്നത്തെ തല്ല് തുടങ്ങും മുമ്പ് ചേരിക്കാരിൽ ഒരുത്തന്റെ ശവം ഈ പുഴയിൽ പൊങ്ങിയാൽ കുഴപ്പമില്ലല്ലോ. മരണം ഉറപ്പാക്കണം. പാതി ജീവനിൽ പാമ്പിനെ വിടരുത്, വിഷം കൂടും. അവനെ ഒതുക്കാനുള്ള ആള് ഇന്നിവിടെ എത്തും. നിരഞ്ജ, ഇവനെന്താ ഇവിടെ? ഇവൻ എന്റെ സുഹൃത്താ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവൻ വടക്കേചേരിക്ക് വേണ്ടി തല്ലുന്നവനല്ലേ? അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ലെന്നുണ്ടോ? അത് നല്ല രീതിയിലാണെങ്കിലാവാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഹസൻ പോ. ഞാൻ കളത്തിലിറങ്ങുന്നത് തെക്കേച്ചേരിയുടെ വിജയത്തിനല്ല, എന്റെ വിജയത്തിനാണ്. എന്റെ ലക്ഷ്യം അവളാ, ആ ഝാൻസി റാണി. അവളെ എനിക്ക് വേണം. അതിന് ഞാൻ എന്തും ചെയ്യും. അപ്പോ അതായിരുന്നു നിന്റെ ലക്ഷ്യമല്ലേ? എങ്കിൽ ഇനി നീ കളത്തിൽ ഇറങ്ങണ്ട. തെറ്റിപ്പോയി. അത് മുൻപ് തീരുമാനിക്കേണ്ടതായിരുന്നു. ഇനി പറ്റില്ല. ഗുരുവേ, ഞാൻ കളത്തിൽ ഇറങ്ങിയിരിക്കും. അത് നിങ്ങളെ കൊല്ലേണ്ടി വന്നാൽ പോലും. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നിറങ്ങാനല്ലേ തീരുമാനം, പിന്നെന്താ? കയ്യാങ്കളി യുദ്ധക്കളമല്ല, പക്ഷെ എതിർച്ചേരി കളമൊഴിയും വരെ അവർ ശത്രുപക്ഷമാണ്. അവിടെ പോയൊരു സൽക്കാരം നന്നല്ല മോനെ. ആശാനെ, അവർ എന്റെ സുഹൃത്തുക്കളാണ്. ഇതൊരു പ്രദർശനം മാത്രമായേ ഞാൻ കാണുന്നുള്ളൂ. ശത്രുത കളത്തിൽ മാത്രം പോരെ. നീ മെയ്മുറ പഠിച്ചിട്ടുണ്ടോ? ഏതാ കളറി? മറുപടി പറഞ്ഞിട്ട് പോടാ. പറയടാ പന്നി, എന്താ നിന്റെ ഉദ്ദേശം? അടി അടി വേഗം അടി അടി അടിയടാ. ദേഹം നശിപ്പിക്കരുതേ. നാളെ കഴിഞ്ഞാൽ എന്റെ കിടപ്പറ പങ്കിടേണ്ടവളാ നീ. മനസ്സിന്റെ വീറ് കയ്യിനുണ്ട്. കൊള്ളാം. വഴിയിലൂടെ പോകുന്ന ഭ്രാന്തന്മാരെ വരെ വിളിച്ച് ആളത്തേക്കേണ്ട ഗതികേട്. തോൽവി സമ്മതിച്ചൂടെ മോളെ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാം.
കളത്തിൽ മതി. കൊണ്ടുപോകാനെ എവിടുന്ന് കിട്ടിയടാ ഇവന്? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. തല്ലുകാരെ വിളിച്ചു വരുത്തുമ്പോ വിളിച്ചു വരുത്തിയതല്ല, ചേലാമ്പ്ര കളരിക്കാർക്കൊപ്പം വന്നതാ. ആരാ എന്താണെന്നും ചോദിച്ചില്ല. ഏട്ടന്റെ ശിഷ്യനായിരുന്നു അവന്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. പിന്നെ മനസ്സിലായത് എല്ലാം നുണയായിരുന്നു. ഇനിയിപ്പോ തല്ല് കഴിഞ്ഞാൽ തിരിച്ചു പോലെന്ന് കരുതി. ഓ, എനിക്കും അവനെ തടയാൻ പറ്റുന്നില്ല മോളെ. വളരെ ശ്രദ്ധിക്കണം. അവനെന്തോ തീരുമാനിച്ചുറപ്പിച്ച. അവൻ കളത്തിലിറങ്ങിയിരിക്കുന്നത് മെയ്മുറ കാണിക്കാനല്ല, മറിച്ച്. അതെനിക്കും തോന്നി. ആ തീരുമാനം എന്ത് തന്നെയായാലും അത് നടക്കില്ല. 3-ാം നാൾ കളം ചൊല്ലി പിരിയാൻ നേരം ഞാനുണ്ടാവില്ല. ഈ വീട്ടിൽ കയറി ചോദിക്കാം. ആശാന്റെ ചോടി പിഴച്ചു. ആശാൻ ഒന്ന് പിഴച്ചാ ശിഷ്യന്മാർക്ക് 51 പിഴക്കുന്ന കണക്ക്. ശിഷ്യന്മാരെ എന്നെ മോൻ കഴിയില്ലേ? അതല്ലാന്ന് അത് തെറ്റി. ആയിക്കോട്ടെ. നമ്മൾ വടക്കോട്ടല്ലേ? വടക്കോട്ടല്ലേ നമ്മൾ? വടക്കാഞ്ചേരിയല്ല, വടക്കേച്ചേരി. എല്ലാരും ഒന്നിച്ചൊന്ന് പറഞ്ഞു. വടക്കാഞ്ചേരി. ഞാനല്ല. വടക്കേച്ചേരി. ആശാനെ, ഗുരുതരമായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മളെങ്ങനെ വടക്കണ്ടു പിടിക്കും? അതിപ്പോ നിസ്സാര പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ കിടക്കുന്ന വഴി എങ്ങോട്ടാ പോകുന്നത്? ഈ വഴി എങ്ങോട്ടും പോകില്ല. ഈ വഴി ഉണ്ടായ കാലം മുതൽ ഇവിടെ തന്നെയാ കിടക്കുന്നത്. ആണോ? ആ വളർന്നു വന്നവനെ അതും ഇതും പറഞ്ഞു നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വടക്ക് കണ്ടുപിടിക്കേ. ആദ്യം തെക്ക് കണ്ടുപിടിച്ച പിന്നെ വടക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലേ? കുഞ്ഞല്ലായിരുന്നു ചാവണ്ടേ. ഇവനെ കൊണ്ട് ചോരയില്ലാതെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേരെ. നിന്നെ ഇവിടെ ഞാൻ ചോറ് വെക്കാത്ത. പിന്നെ അത് ചോറ് വെക്കാത്ത? അല്ല, ചോറും കറിയും വെച്ച് തരാൻ. തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. വടക്ക് കണ്ടുപിടിക്കണോ? അതെന്താ? അതെ, അങ്ങോട്ട് നോക്കി. അല്ലെങ്കിൽ അവരെന്താണ് കാണിക്കുന്നത്? ശരിയല്ല, അവരെന്താ കാണിക്കണം? അവരെന്താണ് ആശാനെ കാണിക്കണത്? അവരെന്താണ് കാണിക്കണാവോ? വർത്താനം പറയാതെ അവരെന്നെ കാണിക്കുന്നത് എനിക്കറിയാം. അല്ലല്ലോ, അവരെന്നെ കാണിക്കണേ. അവരുടെ കയ്യിലുള്ള എന്തോ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആശാനെ, ഇത്രയധികം ആളുകൾ ഒരുമിച്ച് തപ്പണമെന്നുണ്ടെങ്കിൽ പോയത് വിലപിടിപ്പുള്ള സാധനം തന്നെ ആയിരിക്കും. നമുക്കൊന്ന് പോയി സഹായിച്ചാലോ? ശാരംഗതരൻ. നമുക്കൊരു JCB വാടകയ്ക്ക് മൊത്തം അങ്ങോട്ട് കുഴിക്കാറുണ്ട്. ഞാനാ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? മോളുടെ എന്ത് സാധനം ഇവിടെ കാണാതെ പോയെ? എന്ത് സാധനമാണെങ്കിലും ഞങ്ങൾ ഇവിടെ തപ്പി. അമ്മാവാ? ആശാനെ, അമ്മാവനെയാണ് കാണാതായിരിക്കണേ. നമുക്ക് കണ്ടെത്താം. ആണോ? എന്നത് ഈ കൊച്ചിന്റെ അമ്മാവനല്ലേ? അമ്മാവൻ കളഞ്ഞു പോയ അമ്മാവനത് പെട്ടെന്ന് എടുത്തു. എന്ത് കാണാതെ പോയാലും ആദ്യം പോലീസ്. അല്ല, നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഇവിടെ വന്ന്? അല്ല, ഞങ്ങൾ ആരും ആയിക്കോട്ടെ. ഈ വടക്കേച്ചേരി എവിടെ? അല്ല അമ്മാവാ, എന്തോ ഇത് തന്നെ വടക്കേച്ചേരി. വരുന്നു. അതായത് ഞങ്ങൾ വടകരന്ന് തല്ലാൻ വന്ന തല്ലുകാരാ. നിങ്ങൾ തല്ലിനൊക്കെ പോവാറുണ്ടോ? തല്ലെന്ന് വെച്ചാ തല്ലാൻ ഞങ്ങൾ പോവാറില്ല. തല്ലാനുള്ളവർ ഞങ്ങളെ വന്ന് തല്ലിട്ട് എവിടേക്കെങ്കിലും പൊക്കോളൂ. ഞാൻ നിന്നെ തല്ലി കാണിച്ചു കൊടുക്കണം. തല്ലും കൊലയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഒരു പ്രധാന കർമ്മം ഇവിടെ നടന്നില്ലെങ്കിൽ ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഒരു കിണ്ടി വെള്ളം നമുക്കൊന്നും പോണ്ടടാ. ബാല, ബാല,
കുന്നംകുളത്തെ ആവേശഭരിതമായ തല്ലിന്റെ രണ്ടാം ദിനത്തിന് നാന്ദി കുറിക്കുകയാണ്. ഇരു ടീമുകളും ആചാരം ചൊല്ലുന്നതിനായി കളത്തിലെത്തേണ്ടതാണ്. അരവിന്ദനായല്ലോ. അരവിന്ദ, സുജി വാടാ. ജയിച്ചു വാ. ഇല്ല ആശാനെ, ഇതിനകത്തേ ഇല്ല. നല്ല നല്ല കാര്യം പറ്റില്ല, അതിനകത്തേ ഇറങ്ങാം. എന്നാ നീ ഇറങ്ങും. ശ്രീരാമ ഇറങ്ങടാ. നമുക്ക് സൈഡിൽ ഇറക്കിയാലോ? സൈനു, ആ ജയിച്ചു വാ. നാരായണനല്ല ഞാൻ ഇറങ്ങുന്നത്. അത് വേണ്ട, തല്ല് നാളെയുണ്ട്. കൊള്ളാം. എതിർചേരിക്കാരന് ജയിക്കാൻ അവസരം ഉണ്ടാക്കാമെന്ന് രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടായി നിപ്പ. നടക്കില്ല. ഇനി കളത്തിൽ ഇറങ്ങുന്നത് ഈ ഞാൻ തന്നെ. ആശാനെ അനുസരിക്കണം. അതെന്തിനാ? ഇവിടെ നമ്മുടെ കളരിയുടെ പ്രശസ്തിയാണ് പ്രശ്നം. ആശാന മനസ്സിലിപ്പോ നടക്കില്ല. കളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിരഞ്ജൻ തന്നെ, അല്ലെങ്കിൽ ആരുമില്ല. ആരും ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, ഇനി കളത്തിൽ ഞാൻ ഇറങ്ങും. തല്ലുകാർ എത്രയും പെട്ടെന്ന് കളത്തിലിറങ്ങേണ്ടതാണ്. അസൻ, ഇപ്പൊ വേണം. അവിടെ നിരഞ്ജനാവും. അതാ സമയം വൈകുന്നത്. അവനൊന്ന് തല്ലി തളരട്ടെ, എന്നിട്ട് മതി ബാലേന്ദ്രൻ. ബാലചന്ദ്രനെ ഇറക്കാതെ നോക്കണം. അവനൊരു അഭ്യാസിയെന്ന് തോന്നണേ ഇല്ല. അഭ്യാസികൾക്കില്ലാത്ത ചിലത് അയാളുടെ നെഞ്ചിലുണ്ട്. അത് തടയാൻ ആർക്കുമാവില്ല. അസൻ, എതിർക്കരുത് തന്നെ. എതിർത്താൽ നീ അവനെ ഉണ്ടാക്കാന്നും പറഞ്ഞ് പോയതല്ലേ. എന്നിട്ട് എന്തേ വെറുതെ വീമ്പ് പറയാനല്ലാതെ എന്തിനു പറ്റോടാ നിനക്ക്? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. സമയമുണ്ടല്ലോ. എന്ത് സമയം? ആണുങ്ങളാണെങ്കിൽ ഉശിര് വേണം. എനിക്കറിയാം അവനെ തീർക്കാൻ. അതും ഈ കളത്തിലിട്ട്. അതാവുമ്പോ കേസുണ്ടാവില്ല. നീ ഒരുത്തനെ വിട്ടില്ലേ? എന്തായി ചോദിച്ചില്ലേ അവനോട്? അവനെവിടെ? നിന്നോടൊപ്പം വന്നതല്ലേ? പേടിച്ച് വല്ല മാളത്തിൽ വിളിച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ? ആശാനെ, ഇനി ഞാനങ്ങോട്ട് ഗോദായിലേക്കൊന്ന് ഇറങ്ങിയാലോ? പേടിച്ചൊളിക്കുന്ന തീരുവല്ല. അവൻ എന്റെ ആളാ. എല്ലാം പറഞ്ഞ കൊന്നിട്ട് വരും. അതാണ് അവൻ. എന്നിട്ടും കൊല്ലപ്പെടേണ്ടവൻ കത്തമുറുക്കി കാത്തിരിപ്പുണ്ട്.
എടുത്ത് ഒളിക്കട്ടെ. വിട്, നിന്റെ ചേരിയിലെ മല്ലനെ തന്നെ വിട്. അല്ലേ വേണ്ട, എന്നെ എതിരിടാൻ നീ ഒരുത്തനെ കൊണ്ടുവന്നിട്ടില്ലേ, അവനെ ഇറങ്ങടി. അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് സിന്ദൂരം ചേർത്തും. നന്നായി മോനെ, പക്ഷേ കളത്തിലെ നിയമതല്ല. കഴിഞ്ഞില്ലടി നിന്റെ ആവനാഴിയിൽ അവസാനം ആയതോ. ഇന്നലെ രാത്രി കഴിഞ്ഞ എനിക്ക് ആലോചിക്കാനേ വയ്യ. വിടാ. സാരില്ല, ഒക്കെ ശരിയാവും. കളവൻ അങ്ങനെ ഇരുന്ന് പറയാം. മാന്തി തോല് പൊളിക്കുന്ന പോലെ ഒരു ഒറ്റ വലിയല്ലേ, അസ്ഥികൾ നുറുങ്ങും. പണ്ട് ഞാൻ ഒറ്റപ്പാലത്തെ തല്ലാൻ ഇറങ്ങിയപ്പോ മാന്തപ്പുറ മൊയ്തു. ഭയങ്കര തല്ലുകാരനല്ലേ. ഞാൻ ഇതുപോലെയല്ലേ വീഴ്ത്തിയത്. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ശരിയായി കൊടുത്തു. കാലിന്റെ അടിയിലെ ഈ ഞരമ്പോ തച്ചൊടിച്ച് പൊടിക്കുമല്ലായിരുന്നു ഞാൻ. 6 മാസമായിരുന്നു. കോട്ടക്കല്ലായിരുന്നു. നീ എന്ന് കാണാൻ വന്നല്ലേ? അത് ആശാനെ ചികിത്സിക്കുമ്പല്ലേ? അറിയാനാണ് കാണാൻ പോയല്ലേ. ഇവൻ ചുമ്മാ തെറ്റിദ്ധരിച്ചു ഞാൻ അടി കിട്ടി കിടക്കുവായിരുന്നെന്ന്. അടി ആർക്ക് കിട്ടിയാലെന്താ, മിണ്ടാൻ പറ്റാതെ കിടന്ന ആശാനല്ലേ? അയ്യോ, ഇതൊരു അടിയുടെ വിളിയാണല്ലോ. ഇനി ആരുമില്ല, ഇനി ആരുമില്ല. ഇങ്ങോട്ട് പോരെ. ആരുമില്ലേ? ഇറങ്ങി വാടാ. നിനക്കെന്താടാ അവിടെ കാര്യം? ഹസൻ എവിടെ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ശരിയാ, ഇന്ന് കാര്യമൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ എനിക്കല്ലേ കാര്യമുള്ളൂ. നീ അകത്ത് കയറി നിൽക്ക്, നല്ല മഞ്ഞുണ്ട്. പനി പിടിച്ച നാളെ എന്റെ മണവാട്ടിയല്ലേ നീ. ഹസൻ എവിടെ? അവനെ വിളിക്കേ, എനിക്ക് അവനെ കാണണം. പെരുഞ്ച, നീ ഇപ്പൊ പോ. എന്നും എല്ലായിടത്തും ഒരാൾക്ക് തന്നെ ജയിക്കാമെന്ന് കരുതണ്ട. തകർച്ചയുടെ തുടക്കം അത് എങ്ങനെയാണെന്ന് ആർക്കും പറയാനും പറ്റില്ല. അതുകൊണ്ട് പരാജയത്തിന് തുടക്കം കുറിക്കാൻ നിൽക്കാതെ നീ ഇപ്പൊ പോ.
ഇപ്പോ എല്ലാവരും ഒന്നായി അല്ലേ? അവനെ ഞാൻ എടുത്തോളാം. നിങ്ങളെല്ലാവരും ഒന്നാവുമ്പോ ഞങ്ങള് മാത്രം മതി. അവന്റെ ഉദ്ദേശം ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ? തല്ലു തോറ്റ അവന്റെ ഭാര്യയാവണം. അതിലും വലിയ ദുരുദ്ദേശം വല്ലതും ഉണ്ടോ? അതല്ല പറഞ്ഞത്. കളത്തിൽ പക എരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ തടുക്കാനാവില്ല. അത് തലമുറകളിലേക്ക് പടരും. കയ്യാങ്കളി ഈ നാടിൻ്റെ ഒരു സംസ്കാരമാണ്. എന്തിൻ്റെ പേരിലായാലും അത് സംഘർഷത്തിലെത്തിക്കാൻ അനുവദിച്ചുകൂടാ. എന്തും തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ കയ്യാങ്കളിയിൽ ജയിച്ചേ മതിയാകൂ. അതിന് കരുത്തുണ്ടായില്ലെങ്കിൽ കളത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് അച്ഛനെ പോലെ ശപഥം ചെയ്തുകൊണ്ടാവില്ല. നാളെ രാവിലേക്ക് ശരിയാവും. പൊയ്ക്കോളൂ. ഇനി ഇവിടെ കാണരുത്. മരിക്കേണ്ടി വരില്ല. പഞ്ചമിപ്പുഴയോരത്ത് പൊന്നാരൻ പാടത്ത് അന്നൊരു നാൾ മൈനകൾ മൂന്നും ചങ്ങാത്തം കൂടി. പൂഞ്ചിറകും തമ്മിലൊരുമ്മി ചങ്ങാത്തം കൂടി. കനവെല്ലാം താനേ വന്ന പൊഴിഞ്ഞുള്ളിൻ മുളനാഴെ കുടം നിറഞ്ഞല്ലോ. പഞ്ചമിപ്പുഴയോരത്ത് പൊന്നാരൻ പാടത്ത് അന്നൊരു നാൾ മൈനകൾ മൂന്നും ചങ്ങാത്തം കൂടി. പൂഞ്ചിറകും തമ്മിലൊരുമ്മി ചങ്ങാത്തം കൂടി.
ഞങ്ങൾ സ്നേഹത്തിനിരുപുൽക്കൂട്ടിൽ അതിരില്ല സുഖം തുളുമ്പുന്നു. മുത്തശ്ശിക്കഥ കേൾക്കാൻ മുറ്റത്തെത്തിയ തത്തമ്മേ, ചിരിതേനാലകം നിറഞ്ഞില്ലേ? നാണം തുടുത്തിടുന്ന കവിളോരം പാടാതെ പാടിയോ നീ രാവറിയാ സ്വരമാ. പഞ്ചമിപ്പുഴയോരത്ത് പൊന്നാര്യൻ ഭഗവതി ബാലേട്ടനെ എനിക്ക് ലഭിക്കണേ. നാൾ മൈനകൾ മൂന്നും ചങ്ങാത്തം കൂടി, പുഞ്ചിരകം തമ്മിലൊരുമ്മി ചങ്ങാത്തം കൂടി. പഞ്ചമിപ്പുഴയോരത്ത് പൊന്നാര്യൻ പാടത്ത് അന്നൊരു നാൾ മൈനകൾ മൂന്നും ചങ്ങാത്തം കൂടി, പുഞ്ചിരകം തമ്മിലൊരുമ്മി ചങ്ങാത്തം കൂടി. ബാലമാഷേ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവരും മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോളാം കേട്ടോ. നീ പഠിച്ചോ. എവിടെയായിരുന്നു നീ? മാസം 2 കണ്ടിട്ട്. കണ്ണൂരായിരുന്നു. ഷംസീറും ടീമും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഒന്ന് കൂടിയിട്ട് എത്ര നാളായിടാ. അതിനെന്താ, ഇന്ന് കൂടാലോ. ഇതാ മാഷ പറഞ്ഞ പുസ്തകം. തത്വശാസ്ത്രത്തിന്റെ തത്വങ്ങൾ കുറെ തപ്പി, പിന്നെ കോഴിക്കോട് DC കിട്ടിയത്. നീ ഇതൊന്നും ഇതുവരെ മറന്നില്ലേ? എന്താ മാഷെ, മാഷും ഈ നാടും മണ്ണും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ എന്റെ മാഷിന്റെ കൂടെയല്ലേ. നമുക്ക് പോയാലോ? പറ്റില്ല, പരീക്ഷ എടുക്കാറായി. ഓ, ക്ലാസ് കളയാൻ പറ്റില്ല. വൈകിട്ട് പതിവ് പോലെ നമുക്ക് വായനശാലയിൽ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ഷംസീറിനെ വിളിച്ചോ. ഓ ശരി മാഷെ, ശരി. കുറച്ചു കാലം ഇവിടെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ദേ മഞ്ജു, ഇങ്ങനൊന്നും പറയരുത്. അത് നമ്മുടെ ഏട്ടന്റെ കൂട്ടുകാരനാട്ടോ. അതെ, അവന്റെ നോട്ടത്തിലെങ്ങാൻ വീണാണ്ടല്ലോ കൊല്ലി ഞാൻ. എന്റെ ഏട്ടന്റെ പെണ്ണാ നീ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടനോട് പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ട് പോവാൻ പറ. കെട്ടിക്കൊണ്ട് പോണോന്നില്ല, കെട്ടോന്നൊരു വാക്ക് പറഞ്ഞാ മതി. അതിനെന്റെ മരുങ്ങോടൻ ഏട്ടനെ പ്രേമം എന്താന്ന് പോലും അറിയില്ല. ഏട്ടന്റെ സ്ഥാനത്ത് ഇതുപോലെ ഒരാളായിരുന്നെങ്കിൽ കോളേജിലെ എത്ര പെൺപിള്ളേര്. മഞ്ജു, എന്റെ ഏട്ടൻ അങ്ങനെ പെൺപിള്ളേരെ പുറകെ നടക്കുന്നവനൊന്നല്ല. ഓ, ഇപ്പൊ നിന്റെ ഏട്ടനാ. നീലിമ, എന്താ ഏട്ടാ? അത് പറയേട്ടാ, ഞങ്ങൾക്ക് വേഗം വീട്ടിൽ പോണം. അല്ല മാഷെ, കോളേജിൽ നിന്ന് ഇറങ്ങിയോ? ആ, ഏട്ടൻ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. ആ ശരി. തന്നെ മാഷേ, വാടാ, ഒന്ന് കേറിയിട്ട് പോവാം. നമസ്കാരം. എന്താ മാഷെ, പരീക്ഷ തിരക്കാ? പല വാർഷികത്തിന്റെ കാര്യം ചർച്ച ചെയ്യണ്ടേ? ആവാലോ. അടുത്ത ഞായറാഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചാലോ? ആയിക്കോട്ടെ. ഇപ്രാവശ്യം നാടകം തന്നെ വേണം. ഒരെണ്ണം പുതിയത് എഴുതിയെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നാടകത്തിന്റെ പേര് ജനങ്ങളുടെ തലവിധിന്ന് പേര്. ഞാനല്ല എഴുതുന്നത്, ബാലമാഷ. മാഷ് ഇങ്ങോട്ട് വന്നേ. ഞായറാഴ്ച അല്ലേ മീറ്റിംഗ്? ഞങ്ങൾക്ക് ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. ചിമ്പു, നീ പോകുമ്പോ സൈക്കിൾ എന്റെ വീട്ടിലൊന്ന് എത്തിച്ചേക്കണേ. എന്താടാ ചിമ്പു, ഇങ്ങനെ ചായയും കൊടുത്ത് നടന്നാ മതിയോ? ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവണ്ടേ? കളിയാക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയാ. പ്രസിഡന്റ് ആയതിനു ശേഷേ ഇങ്ങോട്ട് വന്ന എവിടേക്കാ പോണേ? ഓർത്തില്ല. ചായ. ഇന്നത്തെ രാത്രിയിൽ പാതിര നേരത്ത് തൂങ്ങി മരിക്കും പെണ്ണവള്, തൂങ്ങി മരിക്കും പെണ്ണവള്. ഇന്നത്തെ രാത്രിയിൽ പാതിര നേരത്ത് തൂങ്ങി മരിക്കണ പെണ്ണിവള്, തൂങ്ങി മരിക്കണ പെണ്ണും. അല്ല പക്ഷേ, ഞാനൊരു കാര്യം കേട്ടല്ലോ.
മാഷേന്ന് ഇവനെന്തോ കൊളുത്തൊപ്പിക്കാനുള്ള പരിപാടിയാ. അതാ ഈ പ്രാസം വെച്ചുള്ള തുടക്കം. നീ പോടാ. എന്നാ നിങ്ങളുടെ കല്യാണം ആരുടെ? ഞാനില്ലാത്ത സമയത്ത് അതും സംഭവിച്ചോ? ഇവൻ വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണതാ. മാഷേ, ആ പെണ്ണില്ലേ നീലിമ, നിങ്ങളുടെ കല്യാണം എന്നാന്നാ ചോദിച്ചത്. നീ എന്തായി പറയുന്നത്? കല്ല് കുടിച്ച തോന്നിയാസം പറയുന്നത് കേട്ടോ. പെങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എന്റെ മാഷിന് ഞാനൊരു പെണ്ണിനെ കണ്ടെത്തും, സുന്ദരിയായൊരു പെണ്ണിനെ. അത് ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും. തൂങ്ങി മരിക്കണ പെണ്ണവള്, തൂങ്ങി മരിക്കണ പെണ്ണവള്. നീ എന്നെ നോട്ട് ഡ്രോപ്പ് ബാല, അനിയത്തിയുടെ പിറന്നാളിന് ചന്ദ്രൻ മാത്രം മതിയോ? ഞങ്ങളാരും വേണ്ടേ? ഒന്ന് പോടാ, ഞങ്ങളില്ല നിന്റെ വെണ്ടയ്ക്ക സാമ്പാറും കഴിക്കാൻ. പേരിനൊരു പെഗോ, എന്തിന് മണത്തിനൊരു ഉണക്കമീൻ പോലും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ ആഘോഷിച്ചോളാണ്. ഞങ്ങൾക്കുള്ളത് ഇവിടെ എത്തിക്കണം. 2 കുപ്പി റമ്മും പിന്നെ കടിച്ചു വലിക്കാൻ എന്തെങ്കിലും. പിറന്നാളുകാരി ഇരിക്കുന്നില്ലേ? പിന്നെ കഴിച്ചോളാം. അവരങ്ങനെയാ, രണ്ടുപേരും ഒരുമിച്ച് എന്തും ചെയ്യൂ എപ്പോഴും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് രണ്ടാളെയും ഒരാൾക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരുമോന്നാ. ഇവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ ഇന്ന് കണ്ണടയ്ക്കാൻ. എന്തിനാ മുത്തശ്ശി കണ്ണടക്കണേ? ഇവരുടെ കല്യാണം കഴിഞ്ഞ് മക്കളും അവരുടെ മക്കളായിട്ട് അടിച്ചു പൊളിച്ചിട്ട് കണ്ണടച്ചാ പോരെ? അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ മറുത്തൊന്നും പറയരുത്. എന്താ ചന്ദ്ര ഒരു മുഖവുര? പറ മോനെ, നീയും ബാലചന്ദ്രനും ഞങ്ങൾക്ക് ഒരുപോലെയല്ലേ? പിന്നെന്താ? മോൻ പറ. അല്ല, ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ല അച്ഛാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ സ്നേഹത്തിനൊരു ഒലച്ചിൽ ഉണ്ടാവരുത്. ഈ സ്നേഹത്തിന് ഒരു ഒലച്ചിലുണ്ടാവില്ല. പറയടോ. അത് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നോട് പിണങ്ങരുത്. അത് എങ്ങനൊരു കാര്യം പറയണമെന്ന് എനിക്കറിയില്ല. ഓർമ്മ വയ്ക്കും മുമ്പ് അച്ഛനും അമ്മയും പോയി. പിന്നെ അമ്മാവനോടൊപ്പമായിരുന്നു ജീവിതം. സ്വന്തം എന്ന് പറയാൻ അവർ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ വന്നേ പിന്നെ എനിക്കൊരു അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. ഇതിങ്ങനെ തന്നെ എനിക്ക് എന്നും ഉണ്ടാവണം. പുള്ളി നിന്നെ പെണ്ണാലോചിക്കാനുള്ള ശ്രമ. ഞങ്ങളൊക്കെ മോന്റെ ബന്ധുക്കള് തന്നെയാ. മോൻ പറഞ്ഞു. നീ പറയടാ, ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. എനിക്ക് നീലിമെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ആഹാ, ഇതാണോ കാര്യം? നീയും ബാലേന്ദ്രനും ഞങ്ങൾക്ക് ഒരുപോലെയാ. നമുക്ക് ആലോചിക്കാം. എന്തേ? ആലോചിക്കാവുന്ന കാര്യ. ഇതായിരുന്നല്ലേ ഇത്രയും ചമ്മല്? മാഷ് എന്നും എന്നോടൊപ്പം ഉണ്ടാവണം. അതാ ഞാൻ ഇങ്ങനൊരു ആലോചന നടത്തിയത്. അവരുടെ ആരുടെ ഇഷ്ടമല്ല, മാഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. എനിക്കും മാഷിനേക്കാൾ മേലെ ഒന്നുമില്ല. എന്താ, ഇഷ്ടമല്ലേ? പിന്നെന്താ? ഞാൻ ഏട്ടനോട് സംസാരിക്കാം. എന്തൊരു മണ്ടനാ എൻ്റെ ഏട്ടൻ. ഒരു പെൺകുട്ടിയുടെ മനസ്സ് തിരിച്ചറിയാത്തവൻ. അത് മഞ്ജു, ഏട്ടൻ നിന്നെ പോലെ തന്നെയാ എന്നെയും കാണുന്നെങ്കിലോ? ഞാൻ ചെയ്തത് തെറ്റാവില്ലേ? ഇല്ല, എനിക്കറിയാം എൻ്റെ ഏട്ടനെ. എൻ്റെ ഏട്ടന്റെ മനസ്സിൽ നീയുണ്ട്. നിനക്ക് പറയായിരുന്നില്ലേ അവള് നിന്റെ പെണ്ണാണെന്ന്? അല്ലെങ്കിൽ അവൻ അറിയില്ലേ ഇവരുടെ മട്ടും ഭാവം കണ്ടാൽ? മാഷേ, അവനെ വിശ്വസിക്കരുത്, അവൻ ചതിക്കും. വെറുതെ രണ്ടാളും സഹോദരി സഹോദരന്മാരാണ് വീമ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഭയങ്കര ആത്മീയവാദിയല്ലേ? സത്യം പറയാൻ പഠിക്കണം.
ആശാനെ ഇപ്പൊ മാഷന്റെ അളിയനായി. അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിപ്പോ ലോകം കീഴടക്കിയ സന്തോഷ. അനാഥനാണെന്ന് പറഞ്ഞവരോടൊക്കെ ഞാൻ ഇവരെ കൊണ്ട് കാണിക്കും. ചന്ദ്ര, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. നീലിമ ബാലേന്ദ്രന്റെ അനിയത്തി അല്ല. നീ മിണ്ടരുത്. അവള് മാഷിന്റെ അനിയത്തി തന്നെയാ. അല്ലെങ്കിൽ മാഷ് പറയട്ടെ. അവര് തമ്മിലൊരു അടുപ്പമുണ്ട് ചന്ദ്ര, നീ അത് തിരിച്ചറിയണം. എന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏട്ടനാ. ആശാനെ, സന്തോഷത്തോടെ ഒരു പാട്ട് പാടാ ആശാനെ. നമ്മുടെ സ്വപ്നങ്ങൾ മറ്റാർക്കും തകർക്കാൻ അവസരം കൊടുക്കരുത്. അതിനവരെല്ലാം ആരെല്ലാം നീ പറയണം. അച്ഛനോടും മുത്തശ്ശിയോടും നീലിമയെ നിനക്ക് ഇഷ്ടമാണെന്ന്. നിന്നേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. നീലിമയോടും പറയണം. എടാ, ഇത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുക അവള്. ബാല, എന്തും നഷ്ടപ്പെടുത്താൻ എളുപ്പ, പക്ഷെ തിരിച്ചു പിടിക്കാനാവില്ല. പ്രണയം നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വ്യാപ്തി നിനക്ക് മനസ്സിലാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീയായി നിന്റെ പാട്. ഇവക്കും ഇഷ്ടം തന്നെയാവും. ഇഷ്ടപ്പെടാതിരിക്കാൻ ചന്ദ്രൻ എന്താ ഒരു കുറവ്? നല്ല ജോലി, ശമ്പളം, സൗന്ദര്യം, ഇതൊക്കെ പെട്ടെന്ന് നടന്നാൽ മതിയെന്നായി എനിക്കിപ്പോ. ഇവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാലല്ലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ആരും ഇല്ലെന്ന് പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കൂ. നാട്ടിലൊന്ന് പോയി അന്വേഷിക്കണം. എന്തായാലും ബാലചന്ദ്രൻ ഒന്ന് വരട്ടെ. അവനോട് തന്നെ നാട്ടിലേക്ക് ഒന്ന് പോയി അന്വേഷിക്കാൻ പറയണം. വന്നല്ലോ. നിന്നെ കാത്തിരിക്കായിരുന്നു. നിന്റെ ചങ്ങാതിയാവുമ്പോ പിന്നെ മറ്റൊന്നിന് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവക്കും ഇഷ്ടമായി. മോനെ, ഏതായാലും നീ നാളെ തന്നെ അവൻ്റെ നാട്ടിലൊന്ന് പോകണം. ശരിക്കൊന്ന് അന്വേഷിക്കണം. മഞ്ജുവും ഇവളും രണ്ടല്ല, ഓർമ്മ വേണം. കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം. ഈ കാര്യത്തിൽ തെറ്റുപറ്റിക്കൂടാ. നീ കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറ് വിളമ്പി തരാം. വിശപ്പില്ല. ഏട്ടാ, ഏട്ടാ, ഏട്ടന് നീലിമ ഇഷ്ടല്ലേ? പിന്നെന്താ, രണ്ടാളുടെയും സങ്കടം കാണാൻ എനിക്ക് വയ്യ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. വേണ്ട, അവൾക്കും ചന്ദ്രന് ഇഷ്ടായി എന്ന് അവള് പറഞ്ഞോ? പറയേട്ടാ, അവൾ അങ്ങനെ പറഞ്ഞോ? മോളെ, അവള് നീ എനിക്ക് ഒരുപോലെയാ. എനിക്കിഷ്ട. വേണ്ട, അവള് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ചന്ദ്രനൊപ്പം സ്വർഗത്തിലെന്ന പോലെ അവള് ജീവിക്കട്ടെ. ചന്ദ്രൻ എന്റെ സഹോദരനാ. നമ്മൾ സമ്മതിച്ചെന്നറിഞ്ഞപ്പോ അവനുണ്ടായി സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. അത് നടക്കട്ടെ. മഞ്ജു, ഏട്ടനോട് പറ, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതാന്ന്. മഞ്ജു, എനിക്ക് നിന്നെ അച്ഛനെ അമ്മയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാവല്ലേ? നീ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം. തെറ്റുപറ്റരുത്. നീ എന്താ ഈ പറയണേ?
നീലിമ അവൻ അനീത്തി തന്നെയാ. ചന്ദ്രനെ നമുക്കറിയില്ലേ. എന്നാലും ഒരു ചടങ്ങ് അത്രേ വേണ്ടൂ. അല്ലാതെ ഏട്ടാ പെൺകുട്ടികളുടെ കാര്യമല്ലേ, കൂടുതൽ അന്വേഷിച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോണില്ല. ഏട്ടാ ഇവൾക്കെന്തോ പറയാനുണ്ട്. ഏട്ടാ ഇത് അവളുടെ ജീവിതമാണ്, അവൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. ബാലേട്ടാ എനിക്ക് ആഹാ കല്യാണം എന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? നീ ഇറങ്ങാറായോ? എന്തു തന്നെയായാലും വേഗം വരണം. ഇതങ്ങ് നടത്തിയാലേ എനിക്ക് മനസമാധാനാവൂ. എന്റെ മോക്കും ഹിമശലഭമേ ഒരു പുലരിയിൽ നീമായും കാണാദൂരെ ഒളിമിഴികളും കളിച്ചിരികളും കണ്ണീരിൽ മായും ചാരേ പറയാമൊഴി തൻ കനലുകളിൽ എരിയേ മഴമുകിലകലുമീ സായന്തനങ്ങളിൽ മണിവാക തന്നുള്ളം വാഴ്നിലമായി മധുരിത നിമിഷമേ വീണ്ടും ഇന്നെന്തിനായി മുനയുള്ള ചില്ലാലെ നോവിച്ചു നീ സ്മൃതികൾ പതിയെ ചിതലായ എന്നിലെ കരളിൻ താളുകൾ മുഴുവൻ മൂടിയോ പിടയ്ക്കുന്നു നെഞ്ചം മുഖമായി ഹിമശലഭമേ ഒരു പുലരിയിൽ നീമായും കാണാദൂരെ ഒരു ചെറുമാത്രയും ഓരോ യുഗങ്ങളാ അറുവെണ്ണിലാവുള്ളിൽ തീക്കനലാ ഒരു മുളം തണ്ടുപോ ഇടറിയ നിന്മനം അറിഞ്ഞിട്ടും കാണാതെ ഞാൻ നിൽക്കയോ വിരഹം പുണരും കടലായുള്ളം അലയായി കാതിൽ സഖി നിന്നെഞ്ചിലെ നിലക്കാത്തൊരീറൻ തേങ്ങലോ ഹിമശലഭമേ ഒരു പുലരിയിൽ നീമായും കാണാദൂരെ ഒളിമിഴികളും കളിച്ചിരികളും കണ്ണീരിൽ മായും ചാരേ പറയാമൊഴി തൻ കനലുകളിൽ എരിയേ ഇനി ഞായറാഴ്ച എന്ന് പറയുമ്പം 4 ദിവസം നടിക്ക് പൈസ കൊടുക്കണം. ഡ്രസ് ചിമ്പു സ്പോൺസർ ചെയ്യും. ചിമ്പു വലിയ മുതലാളിയെ പോയില്ലേ? നടിക്കുള്ള പൈസ വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കണം. അഭിനയിക്കുന്നവർ മുഴുവൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യണം.
നാളെ ആ കുട്ടി വന്നാ റിഹേഴ്സൽ ആരംഭിക്കാം. ആ പിന്നെ ഒരു കാര്യം, ഞാൻ എഴുതി സംവിധാനം ചെയ്ത നാടകം, ഈ പുൽക്കൂട്ടിലെ പഞ്ചാഗ്നി എന്ന നാടകം ഒരുപക്ഷെ അക്കാദമി അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ടെക്നിക്കലി ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറില്ല. നീ എഴുതി എന്നുള്ളത് ശരിയായിരിക്കും. പകർത്തി എഴുതുന്നവര് എഴുത്തുകാരാണല്ലോ. ഡാഡാ, നീ എഴുത്തുകാരന്റെ തൂലിയെ പരീക്ഷിക്കരുത്. ഇനി ഞാൻ എഴുതി കൊന്നു. പിന്നെ ഗ്രൗണ്ടിൽ എന്റെ തട്ടാണ്, അഭിനയിക്കുന്നവർക്ക് എന്റെ ഭക്ഷണം ഫ്രീ. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ഓക്കെ ആയി. ഇനി കുപ്പി കൂടി ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ ഓക്കെ ആയി. അതൊക്കെ നമുക്ക് പരിഗണിക്കാം. നാളെ മുതൽ ഞാൻ ലീവില. കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് നടക്കണം. മാഷ്ട ഉപദേശം കേട്ട് ചായ കൊടുത്തോണ്ടിരുന്ന വലിയ മുതലാളിയായി. അവനെ ഒരു പുതിയ ഉപദേശം കൂടി നടക്കുക, അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട്. ചിമ്പു ജയിച്ചാൽ MP, ഇല്ലെങ്കിൽ വൈക്കുച്ചാണ്ട് പാണം കത്തണമ്മ, പഴല വെട്ടിട്ട് പാപ്പുണ്ടാക്കണമ്മ. എന്തുപറ്റിയമ്മേ? എന്തിനാ മുത്തശ്ശി കരയണേ? അവള് പോയിട്ട് 3-4 മാസമായില്ലേ. അവളെ കാണാത്തോണ്ടുള്ള കരച്ചില. ഇന്നലെ രാത്രി അവളെ സ്വപ്നം കണ്ടു അത്രേ. എന്റെ മോനെ മരുഭൂമിയിലൂടെ അവൾ ഓടുക, ഏട്ടാ ഏട്ടാന്ന് വിളിച്ചോണ്ട്. അപ്പൊ ചില കരിമ്പൂതങ്ങൾ അവളെ, അയ്യോ എന്റെ ദൈവമേ, എനിക്ക് സമാധാനായിട്ടിരിക്കേ. അവര് ഇന്നലെ കൂടി എന്നെ വിളിച്ചതാ. ഇവൻ ഇടയ്ക്കൊക്കെ അവിടെ പോവാറുള്ളതല്ലേ അമ്മേ, പിന്നെന്താ? മോനെ, നീ ഇന്ന് തന്നെ ആ ചന്ദ്രന്റെ വീട്ടിലൊന്ന് പോകണം. അവരെ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരണം. മോനെ, ഇനി എനിക്ക് വേറെ ആരുമില്ല. നിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ, അറിയാലോ എന്റെ മോക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര. മുത്തശ്ശി പേടിക്കണ്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച അവരെ കണ്ടതാ. സ്കൂളിലെ കുട്ടികളും കൊണ്ട് കലോത്സവത്തിന് പോയപ്പോ ഞാൻ അവിടെ തങ്ങിയത്. അപ്പോ നിനക്ക് അവരെയും കൂട്ടായിരുന്നില്ലേ? എന്റെ മുത്തശ്ശി ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ കണ്ണൂരാ. അവൻ വന്നിട്ട് വരാന്ന് അവള് പറഞ്ഞത്. ഇനി കരയണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയി അവരെ കൂട്ടിയിട്ട് വരാം. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ അവര് ഇവിടെ ഉണ്ടാവും. ഇത് വാക്കാ. പ്രിയപ്പെട്ട മഞ്ജു, സ്വർഗത്തിലേക്കെന്ന് വിശ്വസിച്ച് നിങ്ങൾ എന്നെ യാത്രയാക്കിയത് തീരാ ദുരിതത്തിലേക്കായിരുന്നു. ഈ കത്ത് നീ വായിക്കുമോ എന്നും എൻ്റെ വേദന നിങ്ങളെ അറിയിക്കാനാവുമോ എന്നും ഉറപ്പില്ല. എന്നാലും ഏട്ടൻ എന്നോടുള്ള സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ എൻ്റെ മരണത്തിന് മുൻപ് എനിക്ക് ഏട്ടനെ കാണാനാവും. വിവാഹം കഴിഞ്ഞ ആ ദിവസം ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചാണ് മുറിയിലെത്തിയത്. അതൊരു സ്വപ്നമായി ഞാൻ മറക്കാൻ ശ്രമിച്ചു. പക്ഷേ
അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇനി എവിടേക്കെന്നോ എങ്ങനെയെന്നോ എനിക്കറിയില്ല. ഏട്ടനോട് പറയണം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. ഇവളുടെ ജീവന് വേണ്ടി എനിക്ക് അവൻ അനുസരിക്കേണ്ടി വന്നു. മാപ്പ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഭ്രാന്തനാവൻ. ഞങ്ങളെന്ന് അവൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ മകളെ അവൻ... ആരടി? ആ അമ്മാവാ, അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷം? സുമിത്ര എവിടെ? അവൾ അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കാ. ഞാൻ കാപ്പിടാം. വേണ്ട അമ്മാവാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. പേടിക്കണ്ട, കല്യാണം തന്നെയാ, പക്ഷേ സുമിത്രയല്ല. ഉദിയൂരുള്ളൊരു കുട്ടിയാ, പ്രത്യേകിച്ച് ആരുമില്ല. എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബ. ഞാനത് ആലോചിക്കാൻ പോവാ. നാട്ടുനടപ്പനുസരിച്ച് ഒരു വീട് കാണാൻ വരും. അപ്പം എല്ലാം പറഞ്ഞുറപ്പിച്ച് നടത്തിത്തരാൻ നിങ്ങൾ 3 പേരും അവിടെ വരണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? മോനെ, ഞാൻ പറയുമ്പോൾ തോന്നരുത്. ഇവിടെയുണ്ടൊരു പെൺകുട്ടി. അവളെ നല്ല നിലയിൽ അയക്കണമെന്ന് എന്നെ പോലെ എല്ലാവരും ആഗ്രഹിക്കും. അറിഞ്ഞുകൊണ്ട്... അപ്പൊ ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടെന്നാണോ? വിവാഹം കഴിച്ചില്ലെങ്കിലും നീ തകർത്ത പെൺകുട്ടികളുടെ കണക്കത്രയെന്ന് ഓർമ്മയുണ്ടോ? നിനക്കെന്താ ഭ്രാന്ത? അതെ, എനിക്ക് ഭ്രാന്ത. സ്വന്തം അച്ഛനമ്മെ കൊന്ന എനിക്ക് മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ് ആവശ്യമില്ല. നിങ്ങൾ വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. അമ്മാവോ, നിങ്ങൾ അവിടെ വന്ന് കുറച്ചു ദിവസം താമസിച്ച് എന്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരൂ. അല്ലെങ്കിൽ ഞാൻ തകർത്തെറിഞ്ഞവരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ കയ്യില്, അതിൽ ഒന്നുകൂടെ ചേർത്തോ, സ്വന്തം മോളുടെ. ഞങ്ങള് വരാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവൻ നിങ്ങളോട് പറഞ്ഞ പേര് പോലും തെറ്റായിരുന്നു. ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യും. ആ പെൺകുട്ടിക്ക് വേണ്ടി
ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം കൂടിയില്ല ചേട്ടാ. എന്റെ ഭാവിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം അതുമെല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആ കുട്ടിയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവര് വന്ന് കയറിയതും ഞങ്ങളെല്ലാം വീട്ടിൽ നിന്നും ആട്ടിയിറക്കി. ചെറുപ്പം മുതൽ അവൻ അങ്ങനെയാ. ഞാൻ കൊടുത്ത മൂവാണ്ടം പഴത്തിന്റെ പുളിയുണ്ടെന്നും പറഞ്ഞ് കത്തിയോണ്ടവൻ എന്റെ പുറത്ത് വരഞ്ഞു. 12ാമത്തെ വയസ്സിലൊരു പെൺകുട്ടിയെ കഴുത്തിയരിച്ചു കൊന്നു. അത് കണ്ട് അച്ഛന്റെ കണ്ണിൽ അവൻ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചു. സങ്കടപ്പെട്ട അമ്മ അവനെ ശപിച്ചപ്പോ അവരുടെ വണ്ടിയുടെ ബ്രേക്ക് ഊരി മാറ്റി. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ എവിടെയുണ്ടാവും അവൻ?
അന്വേഷിച്ച് ആളുകൾ വന്നു തുടങ്ങി. വാ, വാ, നമുക്കൊരു യാത്ര പോവാം. വാ. പലവട്ടം നിനക്ക് ഞാൻ ദാനമായിട്ട് തന്ന ജീവൻ, അതെ, അത് ഞാൻ എടുക്കുക. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കണ്ടോടാ നിന്റെ പ്രിയതമാൻ, അവളൊരു യാത്ര പോയി, ഉറക്കത്തിലേക്കൊരു യാത്ര, തിരിച്ചിറങ്ങാനാവാത്ത അയ്യോ, ഇവന് തൂക്കയർ ഉറപ്പാ. കാമുകിയെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് പീഡിപ്പിക്കാം, അതും പോരാണ്ട് കൊന്നുകളയാ. ഇവനൊന്നും വെച്ചേക്കരുത്. സ്വന്തം ഏട്ടനെ പോലെ സ്നേഹിച്ച എന്നോട് തന്നെ ഇയാള് ഈ ചതി ചെയ്തല്ലോ. നിങ്ങൾക്കറിയോ, ഇയാളെ പേടിച്ച് ഞാൻ മാറി താമസിക്കാത്ത സ്ഥലം ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും ഒരു കാലനെ പോലെ എന്റെ പുറകെ ഇയാള്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ബാലൻ മാഷ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു കൊല്ലുവോ? വെറുതെ ഇല്ലാതെ പറയരുത്, മാഷങ്ങനെ ചെയ്യില്ല. ശംസു, ദാ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? കാമുകിയെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പാരൽ കോളേജ് അധ്യാപകനെ പോലീസ് പിടികൂടിയില്ല. ആരെന്ത് പറഞ്ഞാലും മാഷ അത് ചെയ്യില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എന്താ നുണയാ? അതെ, പത്രക്കാരെന്തെങ്കിലൊക്കെ നിറം പിടിപ്പിച്ച് എഴുതിയെന്ന് വെച്ചാൽ അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? മാഷ് ഈ നാട്ടിൽ ജനിച്ചു വളർന്നതല്ലേ, നമുക്കറിയില്ല മാഷിനെ. അതെ, മാനത്തൊന്നും പൊട്ടി വീണല്ലോ നമ്മുടെ മാഷ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബാലൻ മാഷും ആ കുട്ടിയും തമ്മിൽ സ്നേഹമായിരുന്ന നേരല്ലേ? മാഷ് അവിടെ പൂക്കോരം ഉണ്ടായിരുന്നോ നാട്ടുകാർ പറയണത് അല്ലേ? അതെ. ദേ, തോന്നിയാസം പറയരുത്. നിങ്ങളൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ ആ പാവത്തിന് വെറുതെ കൊലക്ക് കൊടുക്കരുത്. അവൻ ബാലൻ മാഷല്ല, കാലൻ മാഷ. പെങ്ങളെ പോലെ കൊണ്ടു നടന്നിട്ട്
കൊന്നു കളഞ്ഞില്ലേ എന്റെ കുഞ്ഞിനെ? കൂടെ പഠിക്കില്ല, നശിച്ചു പോകെയുള്ള കാലമാണ്. മോളെ, മോളെ, അയ്യോ. അവളില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി. ആരുമില്ലാത്ത എനിക്ക് പെട്ടെന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചതാ. പക്ഷെ എല്ലാം വെറുതെ ആയില്ലേ? എന്റെ സങ്കടം ഇനി ആരോട് പറയും? ചന്ദ്രൻ പോവുകയാണെന്ന്. ചന്ദ്ര, അവൻ എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. മാപ്പ് പറയാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കുട്ടി? സാരമില്ല അച്ഛാ, എന്റെ വിധി. അങ്ങനെ സമാധാനിക്കും. എനിക്കെല്ലാം അവളായിരുന്നല്ലോ. അവളില്ലാതെ ഞാൻ ഇനി എന്തിനും ജീവിക്കണം. മോനെ, അങ്ങനെ പറയരുത്. നിനക്ക് ഇവിടെ നിൽക്കാം. ഇല്ലമ്മേ, എനിക്ക് പോണം. അവളില്ലാതെ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോനാ. അവൻ ഗുണം പിടിക്കില്ല, നോക്കിക്കോ. മോനെ ചന്ദ്ര, ഇവളും നീലിമയും ഞങ്ങൾക്കൊരുപോലെ. എന്റെ മോൻ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം. അവൾക്ക് പകരമായിട്ടല്ല, അവളായിട്ട് തന്നെ. ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലെ വിലപ്പെട്ട 12 വർഷങ്ങൾ കാരാഗൃഹത്തിൽ കഴിച്ചുകൂട്ടി സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബാലമാഷ് യാത്രയാവുകയാണ്. മാഷെ പോകുന്നതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് ആകുമ്പോ പോയിട്ട് വാന്ന് പറയാനും വയ്യ. നാട്ടിലേക്കല്ലേ ഇനി? എന്താ പരിപാടി? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് 12 വർഷം ചെയ്യാത്ത തെറ്റിന് ഇവിടെ ജീവിച്ചെങ്കിൽ ഇനിയുള്ള കാലം മനസ്സറിഞ്ഞ നന്മയ്ക്ക് വേണ്ടി.
ബാലൻ മാഷല്ലേ അത്? ഈ ബാറ് പൂട്ടിയ പിന്നെ പഴയ പിക്കപ്പില്ല. അത് നമ്മുടെ ബാലമാഷല്ലേ? മാഷേ, വരുന്ന കാര്യം അറിഞ്ഞില്ല മാഷേ. എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയല്ലോ. ആ നമ്മുടെ ചിമ്പു പഞ്ചായത്ത് പ്രസിഡന്റായി. മാഷേ, നമ്മുടെ വായനശാലയുടെ അവസ്ഥ കണ്ടില്ലേ? മാഷ് നടക്ക്. ആ വാ. അച്ഛാ, തെറ്റ് പറ്റിയത് അച്ഛനായിരുന്നു മാഷേ. നീലിമയ്ക്ക് പകരം മഞ്ജുവിനെ കൊടുത്തു. മകൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ പക അതു മതി നിങ്ങൾക്ക് ജയിക്കാൻ. പുഴയിലൊരു ശവം. പുഴയിലൊരു ശവം. ആരുടെ? ആരാന്നറിയത്തില്ല. നീയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷേ നിരഞ്ജൻ, അവൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട.
പരത്തിയേ അടിക്കാവൂ. എതിരാളിയുടെ കണ്ണിലേക്ക് മാത്രം നോട്ടമെത്തിയാൽ അയാളുടെ നീക്കങ്ങൾ എളുപ്പത്തിൽ നിരീക്ഷിക്കാനാവും. നോക്കിക്കൂ. ഇങ്ങനെ കണങ്കാൽ പ്രയോഗത്തിലൂടെ വീഴ്ത്താൻ ശ്രമം നടത്തും. നിയമവിരുദ്ധമാണെങ്കിലും അതിനും സാധ്യതയുണ്ട്. വരൂ. നല്ല ക്ഷീണുണ്ടെങ്കിൽ വേണ്ട. അവസരങ്ങൾ അപൂർവമായിട്ടേ ലഭിക്കൂ. വേണോ മോളെ, ഇവനെ കൊണ്ട് സാധ്യമാവില്ല. അസാധ്യം എന്ന വാക്ക് നിഘണ്ടുവിലെ അനാവശ്യ പദപ്രയോഗമാണ്. ശരീരം തളർന്നു മരവിച്ചാലും കരുത്തുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഏതൊരുവിനെയും തോൽപ്പിക്കാനാകും. വാ, എഴുന്നേൽക്ക്. നീ നിന്റെ ലക്ഷ്യത്തിന്റെ തൊട്ടരികിലാണ്. അത് നേടാൻ ഇനി ഇങ്ങനെ ഒരു അവസരം മുന്നിലെത്തണമെന്നില്ല. വിജയത്തിന് കുറുക്കുവഴികളില്ല. വിജയിക്കണമെന്ന് അടങ്ങാത്ത ത്വര നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വാ, എഴുന്നേറ്റ് വാ. ഇത്രയും ബലവത്തായ ശരീരം കൊണ്ട് ഇത് നേടാനാവില്ലേ? നേടുമെന്ന ഉറച്ച തീരുമാനം നിങ്ങൾക്കെടുക്കാനായാൽ അതിനെ തകർക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കുമാവില്ല. എഴുന്നേൽക്ക്. ഇവൻ 2 പ്രാവശ്യം തോറ്റതാ, മൂന്നാമതും വന്നേക്കും. ജയിക്കാൻ വേണ്ടി വരും. നോക്കാമല്ലോ. പിടിക്കേ. അനിയനാണെന്ന് പറഞ്ഞ എന്റെ നിഴലായി നിന്ന് ഒടുവിൽ നീ എന്നെ ജയിക്കാനായി പൊരുതുന്നവനാ. മാർഗം ന്യായമാവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതിൽ നിനക്കുണ്ടായ നഷ്ടം അത് നീ ഈ കാണാൻ വിട്ട് പുറത്തു പോവില്ല.
തന്നൊരു നിയമമുണ്ട്, അത് പാലിക്കണം. അവനിനി എഴുന്നേക്കാൻ കഴിയില്ല. അയ്യോ പാവം, നമ്മുടെ കല്യാണം കാണാനുള്ള യോഗം ഇല്ലാണ്ട് പോയി. ചതിപ്പൂരികൾക്കധികം ആയുസുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ ആളെ മാറ്റി ഇറക്കാന്ന്. കയ്യാങ്കളി പക തീർക്കാനുള്ളതല്ല. അഭ്യാസം അറിയാത്തവനെ കൊലയ്ക്ക് കൊടുക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? ഇവനെടുക്ക. വേണ്ട. അയാൾ ഒന്നുകിൽ ജയിക്കണം, അല്ലെങ്കിൽ മരിക്കണം. പരിവിരയുടെ ചോരയ്ക്കായി രണതലമതിലേറു പോരാളി.
മലമകളുടെ കണ്ണീരാറ്റി ജയതിലകമുടേതു പോരാളി. കുതിച്ചു ഉയരുക പൊരുതു